മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന, ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരന്റെ പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രമായ L2 എമ്പുരാന് CBFC UA സർട്ടിഫിക്കറ്റ് നൽകി. L2 എമ്പുരാൻ മാർച്ച് 27-ന് തിയേറ്ററുകളിൽ എത്തും. വൻ വിജയമായി മാറിയ ലൂസിഫറിന്റെ തുടർച്ചയാണ് എമ്പുരാൻ. ചിത്രം സംവിധാനം ചെയ്യുന്നതിനു പുറമെ ലൂസിഫറിന്റെ കഥാതന്തുവായ ഖുറേഷി അബ്രാം ക്രിമിനൽ സിൻഡിക്കേറ്റിന്റെ ഹിറ്റ് സ്ക്വാഡിനെ നയിക്കുന്ന കൂലിപ്പട്ടാള കമാൻഡോയായ സായിദ് മസൂദ് എന്ന കഥാപാത്രത്തെയും പൃഥ്വിരാജ് സുകുമാരൻ അവതരിപ്പിക്കുന്നു. നേരത്തെ പുറത്തിറങ്ങിയ ഒരു ഇന്റർവ്യൂവിൽ ലൂസിഫറിൽ അവതരിപ്പിച്ച സങ്കീർണമായ ലോകത്തെ പൃഥ്വിരാജ് ഓർമ്മിപ്പിച്ചു. തുടർഭാഗം ആ സങ്കീർണതയിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു. കഥാപാത്രങ്ങളുടെയും സ്ഥലങ്ങളുടെയും എണ്ണം വർദ്ധിക്കുമെങ്കിലും സിനിമ ഒരു ഏകീകൃത ആഖ്യാനം നിലനിർത്തുമെന്ന് അദ്ദേഹം പരാമർശിച്ചു. ചിത്രം കാണുമ്പോൾ പ്രേക്ഷകർക്കും അതേ അനുഭവപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ആദ്യ സിനിമയുടെ സമാപനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഖുറേഷി അബ്രാം അധോലോക സാമ്രാജ്യത്തെ വെല്ലുവിളിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന ധാരണ പ്രേക്ഷകർക്ക് അവശേഷിക്കുന്നുണ്ടെന്ന് പൃഥ്വിരാജ് ചൂണ്ടിക്കാട്ടി. ആ വിശ്വാസം ശരിയാണോ അതോ തെറ്റായ അനുമാനമാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. ആന്റണി പെരുമ്പാവൂരും സുഭാസ്കരൻ ലൈക്ക പ്രൊഡക്ഷൻ ചേർന്ന് നിർമ്മിച്ച L2 എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ തിരക്കഥ മുരളി ഗോപി, സംഗീതം ദീപക് ദേവ്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം സുജിത് വാസുദേവും എഡിറ്റിംഗ് അഖിലേഷ് മോഹൻ നിർവഹിച്ചിരിക്കുന്നു. 2019-ൽ പുറത്തിറങ്ങിയ ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗം പൃഥ്വിരാജിന്റെ സംവിധാന അരങ്ങേറ്റം കുറിക്കുകയും വൻ വിജയമായി മാറുകയും ചെയ്തു. 200 കോടിയിലധികം രൂപ കളക്ഷൻ നേടുകയും അക്കാലത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമെന്ന പദവി നേടുകയും ചെയ്തു.